അവരെ മൂന്നുപേരെയും ഒറ്റ വാക്കിൽ ഹാർദവമായി ഇന്നത്തെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മുടെ മധ്യയായിരിക്കുന്നത് പ്രൊഫസർ ജേക്കബ് മാത്യു, റിട്ടയർഡ് പ്രിൻസിപ്പൽ, ഗവൺമെൻറ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ, തിരുവനന്തപുരം. അദ്ദേഹം നമ്മുടെ മധ്യമുണ്ട്. ഒരു പുസ്തക പ്രകാശനം നിർവഹിക്കുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ വന്നിരിക്കുന്ന അദ്ദേഹത്തെ നിങ്ങളെല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏറ്റുവാങ്ങുവാനായിട്ട് നമ്മുടെ മധ്യയായിരിക്കുന്നത് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, റിട്ടയർഡ് ഡയറക്ടർ, ജലവിഭവ വകുപ്പ് അദ്ദേഹമാണ്. അദ്ദേഹവും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ മധ്യേ ഉള്ളത് ഡോക്ടർ ജി ജയപാൽ. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെ പരിചയപ്പെടുത്തി ആശംസ അറിയിക്കുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം നമ്മുടെ മധ്യയായിരിക്കുന്നു. അദ്ദേഹം ഭൂമി ശാസ്ത്ര വിഭാഗ വകുപ്പ് മേധാവി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, സഭയിലെ വിശ്വാസികൾ, ദേശത്തിലെ പ്രിയപ്പെട്ടവർ, സഭയുടെ സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. ഇഴക്കോട് CSI സഭയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ നിമിഷമാണ് ഒരു ഭാഗത്ത് ഇത് എന്നത് സന്തോഷത്തോടെ ഓർക്കുന്നു. ആലയത്തിൻ്റെ പള്ളി വീട്ടിനോട് ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നേതൃത്വം ഇവിടെ അനുഗ്രഹമേറിയ ഒരു ഹാള് പണിയുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ഒരു ഘട്ടം പണികൾ വരെ നിർവഹിച്ച് നിർത്തിയിരിക്കുകയായി. 3-4 വർഷത്തോളം അതിൻ്റെ തുടർന്നുള്ള യാതൊരു പ്രവർത്തനങ്ങൾ നടക്കാതെ അതുവരെ ഉണ്ടായിരുന്ന പണികൾ നിറവേറ്റി അങ്ങനെ ആയിരുന്ന അവസ്ഥയിലാണ് നമ്മുടെ പ്രിയ നെവിൻ മകൻ്റെ ഓർമ്മയായി ഈ ചർച്ച് ഹാളിനെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു സ്മാരകം പോലെ നെവിൻ മെമ്മോറിയൽ ചർച്ച് ഹാൾ CSI ഈഴക്കോടെന്ന നാമകരണത്തിൽ കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരം തിരുസഭാ യോഗവും ചർച്ച് കമ്മിറ്റിയും അംഗീകരിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് 20 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ഏറ്റവും മനോഹരമായി ഇന്ന് പ്രിയമകൻ നമ്മെ വിട്ട് പിരിഞ്ഞ് 1 വർഷം തികയുന്ന ഇന്നേ ദിനം ഇപ്രകാരം ചർച്ച് ഹാൾ പുനരുദ്ധരിക്കുവാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുന്നു. പുസ്തകത്തെ പ്രകാശനം ചെയ്യുവാനായിട്ട് പ്രൊഫസർ ജേക്കബ് മാത്യു സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം അത് ഏറ്റുവാങ്ങുവാനായിട്ട് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നെവിൻ്റെ ആദ്യത്തെ ജനമോർഷയാണ്, 1ാമത് ജനമോർഷയാണ് ഇവിടെ കൊണ്ടാടുന്നത്. അതിലെത്തിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ വൈദിക ശിഷ്യരെയും അതുപോലെ നാട്ടുകാരെയും സഭാവാസികളെയും ഞാൻ ഒന്നുകൂടെ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് നെവിനെ നേരിട്ട് പരിചയമില്ല, അമ്മയിൽ കൂടെയാണ് ഞാൻ നെവിനെ പരിചയപ്പെടുന്നത്.
ലാൻസ്ലെറ്റ് 1984, അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിലെ BA ജോഗ്രഫിക്ക് വന്ന് ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് 1 വർഷം ഞാൻ ലാൻസ്ലെറ്റിനെ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിലേക്ക് ഞാൻ പ്രൊഫഷനായിട്ട് പോയി. അതിനുശേഷം 5 വർഷത്തിന് ശേഷം ലാൻസ്ലെറ്റിലേക്ക് MA ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ട്രെയിനിങ് കോളേജിലേക്ക് 1 വർഷത്തെ B.Ed പഠിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഉള്ളൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതിനുശേഷവും ഞങ്ങൾ പല പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ലാൻസ്ലെറ്റ് എഴുതിയതായിട്ടുള്ള ഒരു പുസ്തകം ആദ്യമായിട്ട് എഴുതിയൊരു പുസ്തകമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. ആ പുസ്തകം ഗവൺമെൻറ് എന്നെയാണ് ഏൽപ്പിച്ചത് സ്കൂളിന് ചെയ്യാൻ വേണ്ടി. അതിൽ തെറ്റ് വല്ലതും ഉണ്ടോ, ഗവൺമെൻറ് എതിരായിട്ട് വല്ല പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഒരാഴ്ച കൊണ്ട് അത് നോക്കി ഗവൺമെൻറ് ഞാൻ തിരികെ ഏൽപ്പിച്ചു. അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ലാൻസ്ലെറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ പുസ്തകങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു. എനിക്കൊന്ന് ആ ഒരു ധൈര്യം തോന്നുന്നു മോന് കിട്ടിയിട്ടുണ്ട്. മോനും അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം മോന് കൊടുക്കുന്നു. അതറിയാം, ഏറ്റവും നല്ല ഒരു കോളേജിൽ BA ഹിസ്റ്ററിയിൽ അഡ്മിഷൻ കൊടുത്തു. ട്രിപ്പിൾ മെയിൻ പഠിച്ചു വന്ന കുട്ടിയാണ്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അതിൽ നിന്നാണ് ആ കുട്ടി മുന്നോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു കയറിയത് എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ലാൻസ്ലെറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. വളരെ അക്കാഡമിക്കായിട്ട് നല്ല ബ്രില്യൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ MA ഡെസേർട്ടേഷൻ്റെ ആ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഇന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിലാണ് എൻ്റെ ഉള്ളടക്കം. എന്തായാലും അതുപോലെ തന്നെ അങ്ങനെ ഒരു പുസ്തകം പ്രകാശിപ്പാനും അതുപോലെ തന്നെ ഇത്രയൊരു വലിയൊരു ഹോള് ആ മകൻ്റെ ഓർമ്മയ്ക്കായിട്ട് നൽകുവാനും ഒക്കെ കാണിച്ചായിട്ടുള്ള സന്മനസ്സിനൊക്കെ നമ്മൾ നന്ദി പറയണം. മോൻ്റെ pre-KG വിദ്യാഭ്യാസം YMCA തിരുമലയിലാണ് നടത്തിയത്. ലോവർ പ്രൈമറി അനിതാ വിദ്യാലയം കാലടി. ഒരുപക്ഷെ ലാൻസ്ലെറ്റ് കാലടി സർവകലാശാലയിൽ പോയതുകൊണ്ട് ബാല്യകാലമൊക്കെ കാലടിയിലായതുകൊണ്ട് തന്നെ നെവിൻ മോൻ്റെ ലോവർ പ്രൈമറി വിദ്യാഭ്യാസം അനിതാ വിദ്യാലയ കാലടിയിലാണ്. UP വിദ്യാഭ്യാസം തിരുവനന്തപുരത്ത് ഭാരതീയ വിദ്യാഭവൻ വട്ടിയൂർക്കാവിലാണ് നടത്തിയത്. അതിനുശേഷം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഇതേ ഭാരതീയ വിദ്യാഭവൻ കാക്കനാടിലാണ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി നേടിയത്. BA ട്രിപ്പിൾ മെയിനാണ് എടുത്തത്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റിയാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. അവിടെ നിന്നാണ് BA വിദ്യാഭ്യാസം എടുത്തത്. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് MA വിദ്യാഭ്യാസം നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരുപക്ഷെ ഹിസ്റ്ററി ആയിരുന്നാലും സോഷ്യോളജി ആയിരുന്നാലും ഇവിടെയൊക്കെ ഈ മേഖലകളിൽ ഏറ്റവും നന്നായി ഗവേഷണം നടത്തുന്ന നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്, ന്യൂഡൽഹിയിൽ നിന്നാണ് നെവിൻ MA കരസ്ഥമാക്കിയത്. തുടർന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും MPhil കരസ്ഥമാക്കി. PhD ARFോടുകൂടി അദ്ദേഹം ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അന്ത്യമുണ്ടായത്. ANUവിലെ വിഷ്വൽ ആർട്സിലാണ് ഗവേഷണം നടത്തിയത്. നെവിൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ ആൻഡ് ഇൻഡിജിനൈസേഷൻ ഓഫ് ചർച്ച് മ്യൂറൽസ് ഓഫ് കേരള. കേരളത്തിലെ പള്ളികളിലുള്ള മൂറൽസ് പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള ചില ആധികാരികമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഒന്നാമത്തെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകമാണ് ഇന്നിപ്പോൾ പ്രകാശനം ചെയ്തത് ഓറിയന്റൽ സ്റ്റൈൽ, ഇമ്പാക്ട് ഓഫ് ജപ്പാനീസ് ആർട്ട് ആൻഡ് മോഡേൺ. ഇന്ത്യൻ കലാവുമായി ബന്ധപ്പെട്ട് ജപ്പാൻ കലാ മേഖല എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം ഉണ്ടായിട്ടുള്ളത്. ഗവേഷണത്തിന് പുറമെ ഒരുപക്ഷെ നെവിനെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ളത് മാത്രം തന്നെ ഇത്രയും സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുടുംബത്തോടും ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തോടും അത്രയും താല്പര്യം കാണിച്ചിട്ടുള്ള അദ്ദേഹം ഗവേഷണത്തിന് പുറമേ തന്നെ രാഷ്ട്രപതി ഭവന്റെ മ്യൂസിയം, അത് വളരെ നമ്മൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇന്റേൺഷിപ്പ് അവിടെയാണ് നെവിൻ ചെയ്തത്. കൂടാതെ കലായോഗ് ആർട്ട് കളക്റ്റീവിൻ്റെ ഡയറക്ടറുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് വളരെ അക്കാഡമിക് തലത്തിൽ നെവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദ വിവരങ്ങൾ പറയുന്നതിന് വേണ്ടി ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസിനെ ക്ഷണിച്ചു. എന്നോട് പറഞ്ഞിരിക്കുന്നത് വളരെ ചുരുക്കം വാക്കുകളിൽ പുസ്തകത്തെ പരിചയപ്പെടുത്തുവാണ്. ഓറിയന്റൽ സ്റ്റൈൽ, ഇമ്പാക്ട് ഓഫ് ജപ്പാനീസ് ആർട്ട് ഓൺ മോഡേൺ ഇന്ത്യൻ ആർട്ട് എന്നുള്ളത് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പടം ഞാൻ കാണിക്കാം. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളൊരു പടമാണ്. ഇതെല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ചാനലുകൾ തുറന്നാൽ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലും ഒക്കെ വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നൊരു ചിത്രമാണ്.
ചിത്രം മറ്റൊന്നുമല്ല, ഭാരതാംബയുടെ ചിത്രമാണ്. നമ്മുടെ ഗവർണറുടെ ഓഫീസിൽ നടന്നൊരു ഫംഗ്ഷനിൽ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവാദവും തർക്കവും തല്ലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ 1905 അഭിനേന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ബംഗാളിലെ ഒരു കലാകാരൻ വരച്ചതാണ്. അന്ന് ശക്തി, ധനം, കൃഷി, ഇങ്ങനെ 3-4 കാര്യങ്ങളാണ് ഈ ദേവി എന്ന സങ്കല്പത്തിൽ ഇതിനകത്ത് വരച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത്, ഭാരതം എന്ന് പറയുന്നത് മാതാവാണ്. ഭൂമിയെ നമ്മൾ മാതാവായി കാണുന്ന ഒരു സംസ്കാരമുണ്ട് ഭാരതത്തിൽ. അത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനി എന്നുള്ള എല്ലാവരുടെയും ഒരു സംസ്കാരമായി നമ്മൾ ചിന്തിക്കുന്നതാണ്. സ്ത്രീ എന്ന് പറയുന്നത് വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അങ്ങനെ ബഹുമാനിക്കുന്ന ഒരു ഭാരത സംസ്കൃതിയിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ അമ്മയായിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും മാതാവ് എന്നൊക്കെ പറയാറുള്ളത്. ആ തരത്തിലൊരു സ്ത്രീയുടെ ചിത്രം വരച്ചുകൊണ്ടാണ്, വനിതയുടെ ചിത്രം വരച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം ഭാരതം ഒന്നാകെ വേണം. കാരണം ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടില്ല. അപ്പോൾ ഒന്നായ ഭാരതം വേണമെന്നുള്ള ചിന്തയൊക്കെ കൊണ്ടുവരുന്നതിന് അഭിനന്ദനാഥ് ടാഗോർ വരച്ച ചിത്രമാണ്. ഇതിന് സമാനമായി, ഞാനിത് പറയാൻ കാരണം ഇതിന് സമാനമായി ജപ്പാനിൽ, അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഹൈലൈറ്റ്, ഇതിന് സമാനമായി തന്നെ ജപ്പാനിൽ അവിടുത്തെ ഏതൊരു രാജ്യം എടുത്താലും ആ എല്ലാ രാജ്യത്തിൻ്റെയും നാളെയും തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംസ്കാരം ഉണ്ടാകുന്നതെല്ലാം ഏറ്റവും പ്രധാനമായി തീരുമാനിക്കുന്നത് കലയും സാഹിത്യവും അതുമായി ബന്ധപ്പെട്ട സംസ്കാരമൊക്കെയാണ്. അങ്ങനെ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറും അഭിനേന്ദ്രനാഥ് ടാഗോറും നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഒക്കെ ആണെങ്കിൽ, ഇതുപോലെ ജപ്പാനിലുള്ള ഒക്കാക്കുര കക്കാസോ, അവരുടെ പേരൊക്കെ അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു കമ്പാരിസനാണ് നടത്തിയിരിക്കുന്നത്. ഞാനിതിൻ്റെ DTP കോപ്പി വായിച്ചിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ കലയെയും എങ്ങനെയാണ് ജപ്പാനിൻ്റെ കല സ്വാധീനിച്ചത്, അവരുടെ കലയെ നമ്മൾക്ക് എങ്ങനെ സ്വാധീനിക്കാൻ പറ്റി എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ആ കാലഘട്ടത്തിൽ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പറയുന്ന ഇന്ത്യ അല്ലാത്തൊരു ഇന്ത്യ ഉണ്ടായിരുന്നപ്പോൾ ബുദ്ധമതം ഈ ജപ്പാനിലും ചൈനയിലും ഒക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദുമതത്തെക്കാളൊക്കെ മുകളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്തിന് ഭാഗമായി ഒരുപാട് ഇൻ്റർചേഞ്ച് നടന്നിട്ടുണ്ട്. സാംസ്കാരികമായ ഒരുപാട് കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കൂടി പ്രതിഫലനങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കലയുടെയും സംസ്കാരത്തിൻ്റെയും, പ്രത്യേകിച്ച് ബംഗാൾ, നമ്മളിന്ന് കാണുന്ന ഒരു ബംഗാളല്ല, കലയുടെയും സംസ്കാരത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും വലിയ മണ്ണാണ് ബംഗാൾ. ആ ബംഗാളിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ, സാഹിത്യകാരന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ടാഗോറിൻ്റെ കഥയൊക്കെ നമുക്കറിയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ 2 സ്ഥലത്തെയും കലയുടെ രീതിയെ സംബന്ധിച്ചുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യമാണ് ഈ പുസ്തകം. ഇതെനിക്ക് ലാൻസ്ലെറ്റിനോട്, പ്രൊഫസറോട് പറയാനുള്ളത്, ഇത് മലയാളീകരിച്ച് എല്ലാവരും വായിക്കണം. അങ്ങനെ പുസ്തകം പുതിയ തലമുറയിൽപ്പെട്ടവരും വായിക്കണം. ഒരു കാര്യത്തിൽ ഞാൻ പ്രത്യേകം ലാൻസ്ലെറ്റിനെ അഭിനന്ദിക്കുന്നു. ലാൻസ്ലെറ്റിന് പ്രൊഫസറായി, കോളേജ് ലെക്ചറായി ജോലി കിട്ടുമ്പോൾ നല്ല ശമ്പളമാണ്, UGC ശമ്പളമുള്ള ആളാണ്. അതുപോലെ തന്നെ ഭർത്താവിന് നല്ല ജോലി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് നല്ല ശമ്പളമുണ്ട്. തീർച്ചയായും മകനെ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കാമായിരുന്നു. നമ്മളെല്ലാവരുടെയും മക്കളും അച്ഛനമ്മമാർ ആലോചിക്കുന്നത് മക്കളെ എങ്ങനെ എഞ്ചിനീയർ ആക്കാം, ഡോക്ടറാണ്. അതേസമയം തൻ്റെ മകനെ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ IAS ആക്കുന്നത് എങ്ങനെയെന്നാണ് ചിന്തിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മകൻ്റെ ആഗ്രഹത്തിന് ഉതകുന്ന രീതിയിൽ ഹിസ്റ്ററി പഠിപ്പിച്ചു. നല്ല പഠിക്കുന്നൊരു വിദ്യാർത്ഥിയെ ഹിസ്റ്ററി പഠിപ്പിച്ചു. അവനത് മിടുക്കനായി. പിന്നെ മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നു, ആർട്സ് പഠിക്കുന്നു. അതിൽ 28 വയസ്സിനകം PhD ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. PhD കംപ്ലീറ്റ് ചെയ്യാൻ മുമ്പാണ് ഇത് നടന്നത്. ഈ സംഭവം ഉണ്ടാകുന്ന ഡൽഹിയിൽ. പിന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി വരുന്നു. അങ്ങനെ വളരെ വലിയ ടാലൻ്റുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ വളർത്തിയെടുക്കുന്നത് അച്ഛനും അമ്മയുടെ ഒരു വിഷനാണ്. ഞാനിവിടെ ഒരുപാട് സ്ത്രീകളിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ മക്കളെ നിങ്ങളുടെ രീതിക്കനുസരിച്ച് വളർത്തേണ്ട, അവരുടെ രീതിക്കനുസരിച്ച് നമ്മൾ സഹായമൊക്കെ ചെയ്തു കൊടുക്കുക. ദുരന്ത പരിസ്ഥിതി പരിപാലന രംഗത്തൊക്കെ കൂടി പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇന്ത്യൻ ദുരന്ത സംവിധാനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഡൽഹിയിൽ അന്ന് നടന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഇവർക്ക് ഇതിൻ്റെ കോമ്പൻസേഷൻ കിട്ടിയോന്നുപോലും എനിക്കറിയത്തില്ല. അന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹം 1 കോടി രൂപയൊക്കെ അന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അത് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മാറിപ്പോയല്ലോ, ഇത് പ്രഖ്യാപിക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ അതുപോലെ അത് വാടക ഘട്ടത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് പറയുന്നു. ഒരുപാട് പേര് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആന്ധ്രയിലെയും മറ്റേ വടക്കേ ഇന്ത്യയിലെയും കേരളത്തിലെയും നമ്മുടെ നെവിൻ്റെയും അടക്കം 3 കുട്ടികൾക്കാണ് രക്ഷപ്പെടാൻ കഴിയാതെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചത്. നമ്മൾ കാണുന്നുണ്ട്. ഉരുൾപൊട്ടലും പിന്നെ വയനാട് സംഭവവും സുനാമിയൊക്കെ കണ്ടൊരു ജനതയാണ് നമ്മളിപ്പോൾ. നമുക്കറിയാം ഒരു വലിയ മഴയിലൊക്കെ കുഞ്ഞുങ്ങൾ എങ്ങനെ രക്ഷപ്പെടും. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം കൂടി ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ചാനൽ നടത്തുന്നുണ്ട്, സുഭാഷിതം. ഇന്ന് രാവിലെ ഈ ഹാളിനെ സംബന്ധിച്ചും ഈ ഫംഗ്ഷനെ സംബന്ധിച്ചും റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങൾ ലാൻസ്ലെറ്റുമായി കോൺസെൻട്രേറ്റ് ചെയ്യണം.
ആ ചാനൽ കാണാം. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിശദീകരണം ഞാൻ ആ ചാനലിൽ പറയാം. ഇന്നിപ്പോൾ കുറച്ച് സമയം കൊണ്ട് പറയുന്നത് ശരിയല്ല. എന്തായാലും ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, ഇന്ത്യയിലെയും പ്രത്യേകിച്ച് ബംഗാളിലെയും ചൈനയും ജപ്പാനിലെയും കലകൾ തമ്മിലുള്ള താരതമ്യ പഠനവും അതിൽ ഓരോ കലാകാരന്മാർ ചെയ്തിരിക്കുന്ന സംഭാവനകളെക്കുറിച്ച് വളരെ ആധികാരികമായി ചെയ്തിരിക്കുന്ന പുസ്തകമാണ്. ഇതൊരു റെഫറൻസ് പുസ്തകമാണ്. ഞാൻ കുറച്ച് വായിച്ചതാണ്, ഇതിവിടെ പറയുന്നതിനൊക്കെ വേണ്ടി വായിച്ചതാണ്. തീർച്ചയായും നിർബന്ധമായി ഇത് ഞാൻ പൂർണ്ണമായി വായിക്കുന്നതാണ്. എൻ്റെ കമൻറ്റ് ഞാൻ ചാനലിൽ പറയാം. അതുപോലെ തന്നെ വളരെ ഗൗരവമായി വളരെ ചെറിയ പ്രായത്തിൽ ഇത്തരം ഒരു പുസ്തകം എഴുതാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ എന്തുമാത്രം എന്തുമാത്രം സംഭാവന ഈ സമൂഹത്തിന് കിട്ടുമായിരുന്നു എന്നുകൂടി ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ കുട്ടികളും മഹാന്മാരാണ് ഈ ഭൂമിയിൽ ജനിച്ചു വരുന്നത്. അവർ മഹത്തുള്ളവരാകട്ടെ, അവർക്ക് വഴികാട്ടിയാകുവാൻ നമ്മുടെ നബിന് കഴിയട്ടെ. ഈ ഹാൾ പണിത് കൊടുത്തത് മനോഹരമാണ്. ഇത്രയും തുക ഈ ഒരു കോമ്പൻസേഷനും ഒരിടത്തൊന്നും കിട്ടാതെ, ഒരു പൈസയും കയ്യിൽ കിട്ടാതെ സ്വന്തം കയ്യിലെ ശമ്പളത്തിൽ നിന്നെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിയുന്നത് വലിയൊരു മനസ്സാണ്. അത് തലമുറകൾ ഇത് കൊണ്ടുപോകട്ടെ. CSI ഈഴക്കോട് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്, ദൈവം ദാനമായി തന്നതാണ് ഈ ഹാൾ. അത് അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ ഈ മക്കൾ പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു മകളുണ്ട്, നെസ്സി, അവൾ ഉപരിപഠനത്തിലാണ്. അങ്ങനെ ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഈ ഹാൾ പണി പൂർത്തീകരിച്ച് തരുന്നതിലൂടെ ഈ കുടുംബം എന്ത് നന്മയാണ് ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ സമാധാനമായിരിക്കാം, സന്തോഷമായിരിക്കാം, ദുഃഖങ്ങളിൽ നിന്നുള്ള ഒരു വിടുതലായിരിക്കാം. എന്ത് തന്നെ അനുഗ്രഹമാണ് കർത്താവിൽ നിന്ന് ഈ കുടുംബം ആഗ്രഹിക്കുന്നു, അതിൽ ഇരട്ടിയായിട്ടുള്ള നന്മയും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം ഈ കുടുംബത്തിന് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.